നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തലേ ദിവസം വോട്ടർക്ക് പണം നൽകിയെന്ന ആരോപണം, ആ വിവാദത്തിൽ ശോഭാ സുരേന്ദ്രൻ കുടുങ്ങിയിരുന്നു. ഈ സംഭവം പരാതിയായിരുന്നു. ഈ പരാതിയിൽ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയായ കളക്ടർ MS മാധവിക്കുട്ടി പരാതിക്കാരുടെയും ആരോപണ വിധേയരുടെയും മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ, LDF സ്ഥാനാർത്ഥി NMR റസാഖ് എന്നിവരുൾപ്പെടെയുള്ളവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഏജന്റ് C ബാലൻ, LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി NMR റസാഖ്, ഇദ്ദേഹത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഏജന്റും CPM ഏരിയ സെക്രട്ടറിയുമായ K കൃഷ്ണൻകുട്ടി എന്നിവർ പരാതി നൽകിയിരുന്നു. ഇവർക്ക് പുറമെ സ്ഥലത്തുണ്ടായിരുന്ന BJP നേതാവും പാലക്കാട് കോർപ്പറേഷൻ മുൻ അധ്യക്ഷയുമായ പ്രമീള ശശിധരൻ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കൺവീനർ N വിനേഷ്, റിനിൽ, മുഹമ്മദ് ഷാ, മേഘ, വിമോദ്, മാധ്യമപ്രവർത്തകർ എന്നിവരുടെ മൊഴികളാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ പണം കിട്ടിയെന്ന് പരാതിയിൽ പറയുന്ന കണ്ണാടി തരുവക്കുറിശി, പടിഞ്ഞാമുറി നാഗുണ്ണി വിവാസിൽ ദേവു, മകൻ പ്രകാശൻ എന്നിവർ മൊഴി നൽകാൻ എത്തിയില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കും. മൊഴികളുടെ അടിസ്ഥാനത്തിൽ കളക്ടർ റിപ്പോർട്ട് തയ്യാറാക്കി ഒരാഴ്ചയ്ക്കകം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കൈമാറും. നേരത്തെ സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിരുന്നു. തുടർന്നാണ് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. മണ്ഡലത്തിന്റെ വരണാധികാരിയായ RDO അൻവർ സാദത്ത് വിശദ അന്വേഷണം നടത്തി കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കളക്ടർ തന്നെ നേരിട്ട് മൊഴിയെടുക്കുന്നത്. BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം വിതരണം ചെയ്തെന്ന ആരോപണവുമായിട്ടാണ് കോൺഗ്രസ് രംഗത്ത് വന്നത്. പണം വിതരണം ചെയ്യുന്നതിൻ്റെ അവകാശപ്പെടുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. കണ്ണാടി മേഖലയിൽ വോട്ടർമാർക്ക് പണം വിതരണം ചെയ്യുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങളുള്ളത്. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ പാലക്കാട് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെട്ടിരുന്നു. പിന്നാലെ അത് വലിയ വിവാദമാകുന്നു. അതിനുശേഷം ശോഭാ സുരേന്ദ്രനും മറ്റൊരു BJP പ്രവർത്തകയും തമ്മിൽ വലിയ വാക്തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഈ ഒരു വിഷയം അതന്ന് വലിയ വിവാദമായ വിഷയമാണ്. എന്തായാലും വലിയ വിവാദമായ ഈ വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. ഈ നോട്ട് കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്ന പ്രസ്ഥാനം തമിഴ്നാട്ടിലൊക്കെ വളരെ വ്യാപകമായിട്ടുണ്ട്. പണം കൊടുത്തു, അതുപോലെ TV, അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ്, ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, ലാപ്ടോപ്പ്, ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ആളുകളെ, സ്കൂട്ടർ, ഇങ്ങനെ പലതും സൗജന്യമായി കൊടുത്ത് വോട്ട് പിടിക്കുന്ന വലിയൊരു വ്യവസായം, രാഷ്ട്രീയത്തെ വ്യവസായമായി മാറിയിട്ടുണ്ട്. കേരളത്തിൽ അത് വളരെ കാര്യമായിട്ടൊന്നും ഇല്ല, എങ്കിലും പരോക്ഷമായിട്ടൊക്കെ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ രാഷ്ട്രീയ തലത്തിലാണെങ്കിൽ 230 കോടി രൂപയുടെ പരസ്യം ഈ പത്രങ്ങൾക്കെല്ലാം കൊടുത്തുകൊണ്ട് പത്രങ്ങളെ കയ്യിലെടുക്കാനുള്ള ശ്രമം സംസ്ഥാന ഗവൺമെന്റിന്റെ INPRD വകുപ്പ് തന്നെ നടത്തിയിട്ടുണ്ട്. അതും ഒരു തരത്തിലുള്ള പണം കൊടുത്ത് വോട്ട് വാങ്ങലും പിന്തുണ വാങ്ങലും തന്നെയാണ്. ഇവിടെ നമ്മുടെ കേസിലെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ മുംബൈയിലെ ഒരു BJP പ്രവർത്തക മുഖേന പ്രായമായ ഒരു സ്ത്രീക്ക് ഇത്ര രൂപ കൊടുത്തു, 5000 രൂപ എന്നാണ് കണക്ക് പറഞ്ഞു കേട്ടത്. ആ സ്ത്രീയുടെ കയ്യിൽ നോട്ടിരിക്കുന്നതിന്റെ ചിത്രമുണ്ട്. ചുരിദാറിട്ട ഒരു സ്ത്രീ അങ്ങോട്ട് പോകുന്നതിന്റെ ചിത്രമുണ്ട്. ആ ചിത്രത്തിലെ സ്ത്രീ BJPയുടെ മുംബൈയിലെ പ്രവർത്തകയാണെന്നുള്ളതിന് തെളിവുണ്ട്. അതുപോലെ ആദ്യം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇയാളെ തനിക്ക് അറിയില്ല, BJPക്കാരിയാണ്, അതുകൊണ്ട് അറിയും. ഇതൊക്കെയാണ് ഇതിന്റെ പിന്നാലെ ശോഭാ സുരേന്ദ്രനെ വേട്ടയാടുന്ന പത്രങ്ങൾ നടത്തുന്ന വാദങ്ങൾ. പക്ഷെ തുലവും ദുർബലമായിട്ട് വാദങ്ങളായിട്ട് ഇത് മാറുന്നത്. ആ സ്ത്രീ പറഞ്ഞത് ഇത് തനിക്ക് പെൻഷൻ കിട്ടിയ പണമാണ്. അതോടുകൂടി ഈ വാദഗരികളുടെ എല്ലാം മുന ഒടിഞ്ഞു കഴിഞ്ഞു. ഇപ്പോ പറഞ്ഞ സ്ത്രീ തനിക്ക് ശോഭാ സുരേന്ദ്രൻ പണം തന്നു എന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു തെരഞ്ഞെടുപ്പ് അഴിമതിയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വീകരിക്കാതായിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ മൊഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടുണ്ട്. മറ്റേ സ്ത്രീയുടെയും മൊഴിയെടുക്കും. അവർ പറയുന്നത് പെൻഷൻ പൈസയാണെന്ന് കഴിഞ്ഞാൽ പരിപാടി തീർന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇതുപോലെ ധാരാളമായിട്ടുള്ള അഴിമതികൾ നടക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് ഒബ്സർവർമാരെ വെച്ചിട്ടുള്ളത്. അവരുടെ ശ്രദ്ധയിൽ ഇത് പെട്ട് കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഇത് പിടിക്കും. അങ്ങനെ ഒരുപാട് രൂപ പണം കാറുകളിലും മറ്റു വരുന്നത് കേരളത്തിലും പിടിക്കാറുണ്ട്, എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവാറുണ്ട്. കോടിക്കണക്കിന് വരും അത്. അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ പത്രങ്ങൾ തന്നെ ഒരു സെൽഫ് ഗോൾ അടിച്ചു, മാധ്യമങ്ങൾ തന്നെ. പിറ്റേ ദിവസം ബിന്ദു എന്ന് പറയുന്ന ആലപ്പുഴക്കാരി സ്ത്രീയുമായിട്ട് ശോഭാ സുരേന്ദ്രൻ നടത്തുന്ന ഒരു വാദം,
അത് വലിയൊരു വാദമായിട്ട് കൊഴിപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ നടത്തിയ ക്രമത്തിന്റെ കൂട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇതിൽ പ്രതിയല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. മാധ്യമങ്ങൾ തന്നെ ശോഭാ സുരേന്ദ്രനെ നിരുപാധികമായിട്ട് വെറുതെ വിട്ടു, അക്വിറ്റഡ്. എങ്ങനെ? അതില് ശോഭാ സുരേന്ദ്രൻ അതിതീവ്രമായ ഭാഷയിൽ ഈ സ്ത്രീയോട്, ബിന്ദുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ആ പണം കൊടുത്ത നിങ്ങളല്ലേ, കൊടുപ്പിച്ചത് നിങ്ങളല്ലേ, നിങ്ങളെ ഞാൻ കോടതി കയറ്റി. എന്താ പറയും? എന്താ പറയുന്നതിന്റെ അർത്ഥം? തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്യാൻ പാടില്ലായിരുന്നു, അത് അഴിമതിയാണ്, BJP ചെയ്യാത്തതാണെന്ന് അതിന്റെ അർത്ഥം. ചെയ്യാൻ പാടില്ലെന്നാണ് ശോഭാ സുരേന്ദ്രൻ. അതിന്റെ അർത്ഥം എന്താ? ഈ അഴിമതിയിൽ അവർക്ക് പങ്കില്ല. അവരറിയാതെ ബിന്ദു എന്ന് പറയുന്ന BJP പ്രവർത്തകയായ ആലപ്പുഴക്കാരി ഇത് ചെയ്തു എന്നല്ലേ അതിന്റെ അർത്ഥം? അവരറിയാതെ. അപ്പൊ ഇത് വന്നപ്പോൾ നിങ്ങളെ ഞാൻ കോടതിയിൽ കയറ്റും, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കോടതിയിൽ കയറ്റുന്നതിന് തെറ്റ്? മാധ്യമങ്ങൾ എന്തെങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിച്ചാൽ ഭീഷണിപ്പെടുത്തി, ആലപ്പുഴയിലെ ബിന്ദുവിനെ ഭീഷണിപ്പെടുത്തി. കോടതിയിൽ കയറ്റൽ എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തലല്ല. അടിക്കുമെന്നല്ല പറഞ്ഞത്, കൊല്ലുമെന്നല്ല പറഞ്ഞത്, കൊട്ടേഷൻകാരെ വിടുമെന്നാണോ പറഞ്ഞത്? അതുമല്ലല്ലോ. ഇവിടെ നടന്ന് കോടതി കയറേണ്ട കേസ് തന്നെയാണ്. ഇവർ സ്ത്രീ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിന്ദു വൃത്തികേടാണ് കാണിച്ചത്. ചതിയായിരിക്കാം ശോഭാ സുരേന്ദ്രനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഈ മാധ്യമങ്ങൾ പറഞ്ഞ് തൃപ്തരായിട്ട് അവർ പ്രവർത്തിച്ചതാവണം. പക്ഷെ ഇത് ട്രാപ്പിലായത് മാധ്യമങ്ങളാ. അപ്പൊ ആ ബിന്ദുവാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് ബിന്ദുവിനെ ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തി എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോ ശോഭാ സുരേന്ദ്രൻ ക്ലീൻ ചിറ്റ് നൽകി കഴിഞ്ഞു. അവിടെ പ്രശ്നം അവസാനിക്കുകയാണ്. അപ്പൊ ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ട് ജയിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെല്ലാം കൂടി അത് മണത്തറിഞ്ഞ് നടത്തിയ ഒരു വേട്ടയാണ്. ആ വേട്ടക്കിടയിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം, ശോഭാ സുരേന്ദ്രനേക്കാൾ ഒരു പക്ഷേ വളരെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി ശോഭാ സുരേന്ദ്രനോട് കയറി തർക്കിക്കുന്നു. ഈ മാധ്യമങ്ങളെയും തങ്ങളുടെ ഈ ഗസ്റ്റുകളോട് അല്ലെങ്കിൽ തങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോട് ഇങ്ങനെ തട്ടിക്കയറണമെന്ന് ഏത് പത്രപ്രവർത്തനത്തിലാണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ തട്ടിക്കയറാനുള്ള യാതൊരു അവകാശവും ഇല്ല. ഉടക്കാൻ ചോദ്യം ചോദിക്കാം. ആ ചോദ്യങ്ങളുടെ ബുദ്ധി സാമർഥ്യം കൊണ്ട് നിങ്ങളുടെ പ്രതിയോഗിയായിട്ടുള്ള രാഷ്ട്രീയക്കാരിയെ നിങ്ങൾക്ക് ട്രാപ്പ് ചെയ്യാം. അതാണ് മാധ്യമപ്രവർത്തനം. ബിഗ് ടിവിയിലെ റിപ്പോർട്ടറാണ് അങ്ങനെ സംസാരിച്ചത്. എത്ര ബിഗ് TV ആയാലും ശരി, ഒരു രാഷ്ട്രീയക്കാരിയേക്കാൾ ചെറുതാണ് മാധ്യമപ്രവർത്തക. ഒരു സംശയമില്ല, അഭിനയം ഉണ്ടാവണം. അങ്ങ് ബിഗ് TV എന്ന് പറഞ്ഞ് അവരങ്ങ് സ്വയം ബിഗ് ആയിട്ട് ചമയരുത്. ആ ബിഗ് TVയുടെ ഒരു ജീവനക്കാരി മാത്രമാണ്. തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരെ പത്രങ്ങള് വളരെ പ്രീണിപ്പിക്കാറുണ്ട്. മതന്യൂനപക്ഷങ്ങളെ രാഷ്ട്രീയ കക്ഷികള് പ്രീണിപ്പിക്കാറുള്ളത് എന്തിനാ? തങ്ങളുടെ നല്ല പ്രതിച്ഛായ വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട്. എന്ന് വിചാരിച്ച് തങ്ങൾ അങ്ങ് സ്വയം രാഷ്ട്രീയക്കാരേക്കാൾ വലുതായി എന്ന ഒരു അവിവേകം മാധ്യമപ്രവർത്തകർക്ക് വരുന്നത് അപക്വതയുടെ ലക്ഷണമാണ്.